ഇവിടെ ഇപ്പം എടുക്കാൻ പോകുന്നത് ആൽക്കലോയിഡ് ഫാമിലിയിലുള്ള കുറച്ച് ഇൻഡിവിജ്വൽ മെമ്പേഴ്സിനെ പറ്റിയിട്ടാണ്. അതിൽ 3 നമുക്ക് പഠിക്കാനുള്ളത്. നിക്കോട്ടിൻ, കൊനൈൻ ആൻഡ് പിപ്പെറിൻ. ഇത് 3 നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ നിക്കോട്ടിൻ ഫസ്റ്റ് നോക്കാം. നിക്കോട്ടിൻ അതിൻ്റെ സോഴ്സ്, ഈ ആൽക്കലോയിഡ്സിൻ്റെ ഒക്കെ നമുക്ക് സോഴ്സ് പഠിക്കാനുണ്ട്. അതേമാതിരി തന്നെ സ്ട്രക്ചർ, ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസ്, പിന്നെ അതിൻ്റെ യൂസസ് ഒക്കെയാണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത്. അപ്പം നിക്കോട്ടിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത്, ദ ചീഫ് സോഴ്സ് ഓഫ് നിക്കോട്ടിൻ ഈസ് ദ ടൊബാക്കോ പ്ലാന്റ്. ടൊബാക്കോ പ്ലാന്റ് ആണ് നിക്കോട്ടിൻ്റെ ചീഫ് സോഴ്സ് എന്ന് പറയുന്നത്. ഈ ടൊബാക്കോ പ്ലാന്റിൻ്റെ സയൻറ്റിഫിക് നെയിമാണ് നിക്കോട്ടിന ടൊബാക്കം എന്ന് പറയുന്നത്. ഇൻഫാക്ട് ഇറ്റ് ഈസ് ദ ചീഫ് ആൽക്കലോയിഡ് പ്രസൻറ്റ് ഇൻ ടൊബാക്കോ ആൻഡ് ഒക്കേഴ്സ് ആസ് ഇറ്റ്സ് സോൾട്സ് ഓഫ് മാലിക് ആൻഡ് സിട്രിക് ആസിഡ്സ്. ഇത് ടൊബാക്കോയിൽ ഉള്ള ചീഫ് ആൽക്കലോയിഡ് ആയിട്ടാണ് നിക്കോട്ടിന് നിക്കോട്ടിന് ഉള്ളത്. അത് മാലിക് ആസിഡിൻ്റെയും സിട്രിക് ആസിഡിൻ്റെയും സോൾട്സ് ആയിട്ടാണ് ഈ ടൊബാക്കോ പ്ലാന്റിൽ നിക്കോട്ടിന് പ്രസൻ്റ് ആയിട്ടുള്ളത്. ഇൻ ദ പ്ലാന്റ് concentration of nicotine is the highest in the leaves, and depending upon the variety of tobacco it may vary from 0.6% to 8%. പ്ലാന്റ്സിൽ എന്ന് പറയുമ്പം പ്ലാന്റ്സിൽ നിക്കോട്ടിൻ്റെ കോൺസെൻട്രേഷൻ ഹൈ ആയിട്ടുള്ളത് ലീവ്സിലാണ്. ഇനി ടൊബാക്കോൻ്റെ വെറൈറ്റി ഡിപ്പെൻഡ് ചെയ്തിട്ട് നോക്കുമ്പം അത് 0.6 to 0.8 വരെയൊക്കെ കോൺസെൻട്രേഷന് വാരി ചെയ്യും. ഇനി അതിൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ മുമ്പേ ഈ ബോക്സിലുള്ളതൊന്ന് നോക്കാം നമുക്ക്. റോ ടൊബാക്കോ ലീവ്സ്, ഇത് ഈ ബോക്സിലുള്ള എങ്ങനെയാണെന്ന് പറയുന്നത് ഇതിൽ എങ്ങനെയാണ് നിക്കോട്ടിനെ ഒബ്റ്റെയിൻ ചെയ്തെടുക്കുന്നത് എന്നാണ്. ഈ റോ ടൊബാക്കോ ലീവ്സ് നമ്മൾ ക്രഷ് ചെയ്തിട്ട്, റോ ടൊബാക്കോ ലീവ്സ് ആർ crushed and its water soluble components including nicotine salts are extracted with cold water. റോ ടൊബാക്കോ ലീവ്സ് ക്രഷ് ചെയ്തതിൻ്റെ ശേഷം എന്ത് ചെയ്യും, അതിൻ്റെ വാട്ടർ സോല്യുബിൾ കമ്പണൻസ് ഇൻക്ലൂഡിങ് നിക്കോട്ടിൻ സോൾട്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വാട്ടർ സോല്യുബിൾ കമ്പണൻസ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കും. എന്ത് വെച്ചിട്ട്? കോൾഡ് വാട്ടർ വെച്ചിട്ട്. The solution is acidified and extracted with ether to remove the ether soluble hydrocarbons and other components. എതർ സോല്യുബിൾ ആയിട്ടുള്ള ഹൈഡ്രോകാർബൺസും അതേമാതിരി തന്നെ വേറെ കമ്പണൻസും ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എതർ വെച്ചിട്ട് അതിനെ അസിഡിഫൈ ചെയ്യുകയും എക്സ്ട്രാക്ട് ചെയ്തിട്ട് എടുക്കുകയും ചെയ്യും. The aqueous part containing nicotine salts is then basified when nicotine is set free in solution. ആ സൊല്യൂഷനിൽ നിക്കോട്ടിൻ സെറ്റ് ഫ്രീ ആയിട്ടുള്ള ടൈമിൽ എന്ത് ചെയ്യും? ബേസിഫൈ ചെയ്യും. നിക്കോട്ടിൻ സോൾട്സ് കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള അക്വസ് പാർട്ട് എന്ത് ചെയ്യും? ബേസിഫൈ ചെയ്യും. It is extracted with ether and then ether is evaporated off to get nicotine as an oily liquid. അത് പിന്നെ എതർ വെച്ച് എക്സ്ട്രാക്ട് ചെയ്യുന്ന ടൈമിൽ എതർ എന്ത് ചെയ്യും? ഇവോപ്പറേറ്റ് ചെയ്ത് പോവും. എതർ ഇവോപ്പറേറ്റ് ചെയ്ത് പോവുകയും ചെയ്യും. അതേമാതിരി തന്നെ അതിൽ നിന്ന് നിക്കോട്ടിന് ഓയിലി ലിക്വിഡായിട്ടായിരിക്കും കിട്ടുക. The crude nicotine thus obtained is converted into its oxalate by treating with oxalic acid. oxalic acid വെച്ചിട്ട് ട്രീറ്റ് ചെയ്യുമ്പം അതിൽ നിന്നും ആ നമുക്ക് കിട്ടിയ ആ ക്രൂഡ് നിക്കോട്ടിനെ ഓക്സലേറ്റ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യും. ആ ക്രൂഡ് നിക്കോട്ടിനെ അതിൻ്റെ ഓക്സലേറ്റ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യും. സെപ്പറേറ്റഡ് ബൈ ഫ്രാക്ഷണൽ ക്രിസ്റ്റലൈസേഷൻ ആൻഡ് ദെൻ ട്രീറ്റഡ് വിത്ത് KOH ടു ഫ്രീ നിക്കോട്ടിൻ. ഫ്രാക്ഷണൽ ക്രിസ്റ്റലൈസേഷൻ വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യുകയും അതിനെ പിന്നെ KOH വെച്ചിട്ട് ട്രീറ്റ് ചെയ്യുകയും ചെയ്യും ടു ഫ്രീ നിക്കോട്ടിനെ ഫ്രീ ചെയ്യാൻ വേണ്ടിയിട്ട്. ദ ആൽക്കലോയിഡ് ഈസ് എക്സ്ട്രാക്റ്റഡ് വിത്ത് എതർ.
എതർ വെച്ചിട്ട് ഈ ആൽക്കലോയിഡിനെ എക്സ്ട്രാക്ട് ചെയ്യും. എതർ ഈസ് ദെൻ ഇവോപ്പറേറ്റഡ് ഓഫ്. എതർ പിന്നെ ഇവോപ്പറേറ്റ് ചെയ്ത് പോവുകയും the nicotine obtained is purified by vacuum distillation. വാക്വം ഡിസ്റ്റിലേഷൻ വഴി നിക്കോട്ടിൻ പ്യൂരിഫൈ ചെയ്തിട്ടുള്ള നിക്കോട്ടിന് കിട്ടുകയും ചെയ്യും. ഇനി നിക്കോട്ടിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇതാണ്. അതിൻ്റെ മോളിക്കുലർ ഫോർമുല എന്ന് പറഞ്ഞാൽ C10H14N2 ആണ്. ഇനി അതിൻ്റെ ഫിസിയോളജിക്കൽ ആക്ടിവിറ്റി നോക്കാം. നിക്കോട്ടിൻ ഈസ് എക്സ്ട്രീംലി പോയ്സണസ്. നിക്കോട്ടിൻ ഒരു എക്സ്ട്രീംലി പോയ്സണസ് ആയിട്ടുള്ള ഒരു ആൽക്കലോയിഡാണ് നിക്കോട്ടിൻ എന്ന് പറയുന്നത്. ഇൻ വെരി സ്മോൾ ഡോസസ് ഇറ്റ് ടെമ്പററിലി സ്റ്റിമുലേറ്റ്സ് ദ സെൻട്രൽ നെർവസ് സിസ്റ്റം ബട്ട് ആഫ്റ്റർവാർഡ്സ് കോസസ് ഡിപ്രഷൻ. ചെറിയ ഡോസസിൽ വരെ, വളരെ ചെറിയ ഡോസസിൽ വരെ എന്ത് ചെയ്യും, ഇത് ടെമ്പററി ആയിട്ട് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യുകയും ചെയ്യും. പിന്നെ അത് ഡിപ്രഷന് കാരണമാവുകയും ചെയ്യും. ഇറ്റ് ഓൾസോ ഇൻക്രീസസ് ദ ഹാർട്ട് ബീറ്റ് ആൻഡ് കോസസ് കൺസ്ട്രിക്ഷൻ ഓഫ് ദി ബ്ലഡ് വെസൽസ്. അത് ഹാർട്ട് ബീറ്റ് ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. അതേമാതിരി തന്നെ ബ്ലഡ് വെസലിൻ്റെ കൺസ്ട്രക്ഷന് കാരണമാവുകയും ചെയ്യും. ദെയർ ബൈ ഇൻക്രീസ് ദ ബ്ലഡ് പ്രഷർ ആൻഡ് ഡിസ്റ്റർബിങ് ദ ബ്ലഡ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ അവിടെ എന്താവും, ബ്ലഡ് പ്രഷർ ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. അതേമാതിരി തന്നെ ബ്ലഡ് ഡിസ്ട്രിബ്യൂഷനെ ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ കാരണമാവും. ഇൻ സ്ലൈറ്റ്ലി ഹയർ ഡോസസ്, ഇപ്പോൾ പറയുകയാണെങ്കിൽ 30 to 50 മില്ലിഗ്രാം 30 to 50 മില്ലിഗ്രാം വരെയുള്ളൊരു ചെറിയൊരു ഹൈ ഡോസസിൽ എന്തായിരിക്കും, ഇറ്റ് ഈസ് ലെതൽ. അത് ലെതലാണ് ആൻഡ് കോസസ് റെസ്പിറേറ്ററി പാരാലിസിസ് ആൻഡ് ഡെത്ത്. അത് എന്ത് കാരണമാകും, റെസ്പിറേറ്ററി പാരാലിസിസിന് കാരണമാവുകയും ചെയ്യും. ഈവൻ അവിടെ ഡെത്ത് വരെ നടക്കുകയും ചെയ്യും. ലോങ് ടേം ഇൻഹലേഷൻ ഓഫ് nicotine through tobacco smoking produces serious lung diseases like bronchial asthma and lung cancer. Tobacco smoking വഴി നിക്കോട്ടിന് കൂടുതൽ ലോങ് ടേം ഇൻഹലേഷന് ഉണ്ടായാൽ അതെന്ത് ചെയ്യും, ലങ് ഡിസീസസിന്, സീരിയസ് ആയിട്ടുള്ള ലങ് ഡിസീസസ് പ്രൊഡ്യൂസ് ചെയ്യും, ലൈക്ക് ബ്രോഞ്ചിയൽ ആസ്മ ആൻഡ് ലങ് ക്യാൻസർ. ഇനി അതിൻ്റെ യൂസസ് എന്താണെന്ന് വെച്ചാൽ, ഇൻ ഡൈല്യൂട്ട് സൊല്യൂഷൻ നിക്കോട്ടിൻ ഈസ് യൂസ്ഡ് ആസ് ആൻ ഇൻസെക്ടിസൈഡ്സ് ടു എക്സ്റ്റെർമിനേറ്റ് ഗ്രീൻ ഫ്ലൈ ആൻഡ് പ്ലാന്റ് പെസ്റ്റ്. ഗ്രീൻ ഫ്ലൈയും പ്ലാന്റ് പെസ്റ്റ്സും ഇതുമൊക്കെ ഇതിനൊക്കെ എക്സ്റ്റെർമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസെക്ടിസൈഡ്സ് ആയിട്ട് നിക്കോട്ടിനെ യൂസ് ചെയ്യും. ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ടു ഡിസ്ട്രോയ് ലൈസ് ആൻഡ് മൈറ്റ് ഓൺ ആനിമൽസ് ലൈക്ക് ഷീപ്പ് പോലുള്ള ആനിമൽസിൻ്റെ മേത്തുള്ള ലൈസിനെയും മൈറ്റിനെയും ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യും. ഇനി നെക്സ്റ്റ് ആണ് കൊനൈൻ. കൊനൈൻ്റെ സോഴ്സ് എന്ന് പറഞ്ഞാൽ ദ ചീഫ് സോഴ്സ് ഓഫ് കൊനൈൻ ഈസ് ഹെംലോക്ക് ഹെർബ്. ഹെംലോക്ക് ഹെർബാണ് കൊനൈൻ്റെ ചീഫ് സോഴ്സ് എന്ന് പറയുന്നത്. ഹെംലോക്ക് ഹെർബിൻ്റെ സയൻറ്റിഫിക് നെയിമാണ് കൊനിയം മെക്കുലാറ്റം. It occurs in the seeds and the other parts of the herb as its salts of malic and caffeic acids. Malic acidsum caffeic acidsൻ്റെയും സോൾട്ട്സ് ആയിട്ടാണ് ഹെർബിൻ്റെ സീഡ്സിലും അതിൻ്റെ വേറെ പാർട്സുകളിലും കൊനൈന് കാണപ്പെടുന്നത്. ഹെംലോക്ക് സീഡ്സ് ആർ പൗഡേർഡ്. ഹെംലോക്ക് സീഡ്സ് പൗഡർ ആക്കിയിട്ട് ആൻഡ് ഡിസ്റ്റിൽഡ് വിത്ത് NaOH സൊല്യൂഷൻ. NaOH സൊല്യൂഷനിൽ ഡിസ്റ്റിൽ ചെയ്യുക. കൊനൈൻ ഇൻ ദ ഡിസ്റ്റിലേറ്റ് ഈസ് എക്സ്ട്രാക്റ്റഡ് വിത്ത് എതർ. ഈ ഡിസ്റ്റിലേറ്റ് ചെയ്തിട്ടുള്ള ആ സൊല്യൂഷനും എതർ വെച്ചിട്ട് എന്ത് ചെയ്യും, അതിന് കൊനൈനെ എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കും. എതർ ഈസ് ദെൻ ഇവോപ്പറേറ്റഡ് ഓഫ് ആൻഡ് ദ റെസിജ്വൽ ലിക്വിഡ് ഈസ് ഫ്രാക്ഷണലി ഡിസ്റ്റിൽഡ്.
അതിന്നും എതർ എന്ത് ചെയ്യും, ഇവോപ്പറേറ്റ് ചെയ്ത് പോവുകയും ചെയ്യും. ബാക്കിയുള്ള ലിക്വിഡ് എന്ത് ചെയ്യും, ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ നടക്കും. ഫ്രാക്ഷൻ ഡിസ്റ്റിലിംഗ് ഔട്ട് അറ്റ് 166 degree Celsius is collected, which is quinine. ഈ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ 166 ഡിഗ്രി സെൽഷ്യസിലൊക്കെ നടന്നു കഴിഞ്ഞതിൻ്റെ ശേഷം കളക്ട് ചെയ്യുന്നതാണ് എന്ത്, കൊനൈൻ എന്ന് പറയുന്നത്. ഇതാണ് കൊനൈൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇതാണ് അതിൻ്റെ എന്ത് ഫോർമുല, മോളിക്കുലർ ഫോർമുല C8H17N. അതിൻ്റെ ഫിസിയോളജിക്കൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത്, കൊനൈൻ ഈസ് ഹൈലി പോയ്സണസ് ടു ഹ്യൂമൻസിന് വളരെ കൂടുതൽ പോയ്സണസ് ആയിട്ടുള്ള ഒരു ആൽക്കലോയിഡാണ് എന്ത്, കൊനൈൻ എന്ന് പറയുന്നത്. ഇറ്റ് എഫക്ട്സ് ദ നെർവസ് സിസ്റ്റം കോസിങ് ഗ്രാജുവൽ പാരാലിസിസ് ഫോളോഡ് ബൈ കൺവൾഷൻസ് ആൻഡ് ഫൈനലി ഡെത്ത്. ഇത് എന്ത് ചെയ്യും, നെർവസ് സിസ്റ്റത്തിനെ എഫക്റ്റ് ചെയ്തിട്ട് ഗ്രാജുവലി പാരാലിസിസ് നടക്കും. കൺവൾഷൻ വഴി പാരാലിസിസ് നടക്കും. എന്നിട്ട് എന്ത് ചെയ്യും, പിന്നെ അവസാനം മരണം സംഭവിക്കും. ഇതിൻ്റെ യൂസസ് എന്ന് പറയുന്നത്, oil of hemlock which contains quinine as a deadly poisonous component was used in very early times to kill criminals and traitors condemned to death. ഈ ഹെംലോക്കിൻ്റെ ഓയില്, അതിൽ എന്തുണ്ടാവും, കൊനൈന്, ഡെഡ്ലി പോയ്സണസ് ആയിട്ടുള്ള കൊനൈന് എന്തുണ്ടാവും, അതിൽ കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ടാവും. അത് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ആദ്യകാലങ്ങളിലൊക്കെ ക്രിമിനൽസിനെയും ട്രേറ്റേഴ്സിനെയും ഒക്കെ കൊല്ലാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഇതൊക്കെ എന്താണ്, ഹവർ ഇറ്റ് ഈസ് ഓഫ് ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഓൺലി. ഇതിൻ്റെ യൂസസ് എന്ന് പറഞ്ഞാൽ ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് മാത്രമായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് ആണ് പിപ്പറിൻ. അതിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത്, the chief source of piperin is pepper. പിപ്പറിൻ്റെ ചീഫ് സോഴ്സ് എന്ന് പറയുന്നത് പെപ്പറാണ്. പെപ്പറിൻ്റെ സയൻറ്റിഫിക് നെയിം എന്ന് പറഞ്ഞാൽ പൈപ്പർ നൈഗ്രം ആണ്. ഇറ്റ് ഈസ് ഇൻ ഫാക്ട് എ മേജർ ഇൻഗ്രീഡിയൻറ്റ് ഓഫ് ബ്ലാക്ക് പെപ്പർ ആൻഡ് വൈറ്റ് പെപ്പർ. ബ്ലാക്ക് പെപ്പറിൻ്റെയും വൈറ്റ് പെപ്പറിൻ്റെയും മേജർ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് പെപ്പർ എന്ന് പറയുന്നത്. It is also present in long pepper or Indian long pepper. ലോങ് പെപ്പറിലും എന്ത് പ്രസൻ്റ് ആയിട്ടുണ്ട്, പിപ്പറിൻ പ്രസൻ്റ് ആയിട്ടുണ്ട്. ലോങ് പെപ്പറിൻ്റെ സയൻറ്റിഫിക് നെയിമാണ് പൈപ്പർ ലോങ്ങം. ഇനി ബ്ലാക്ക് പെപ്പർ ഈസ് പൗഡേർഡ് ആൻഡ് എക്സ്ട്രാക്റ്റഡ് വിത്ത് എത്തനോൾ. ബ്ലാക്ക് പെപ്പർ പൗഡർ ആക്കി എടുത്തിട്ട് അതിനെ എത്തനോൾ വെച്ച് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാം. ദ സോൾവെൻറ്റ് ഈസ് എവാപ്പറേറ്റഡ് ഓഫ് ആൻഡ് ദ റെസിഡ്യൂ ഈസ് വാഷ്ഡ് വിത്ത് NaOH സൊല്യൂഷൻ ടു റിമൂവ് റെസിൻ. അതിൻ്റെ സോൾവെൻറ്റ് ഇവോപ്പറേറ്റ് ചെയ്ത് പോവുകയും ചെയ്യും. റെസിഡ്യൂ എന്ത് ചെയ്യും, NaOH സൊല്യൂഷൻ വെച്ചിട്ട് വാഷ് ചെയ്തെടുക്കും. റെസിന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് NaOH സൊല്യൂഷൻ വെച്ച് വാഷ് ചെയ്തിട്ടെടുക്കും. ദ റിമൈനിങ് റെസിഡ്യൂ ഈസ് അഗെയിൻ ഡിസോൾവ്ഡ് ഇൻ ഹോട്ട് എത്തനോൾ. ബാക്കിയുള്ള റെസിഡ്യൂ ഹോട്ടായിട്ടുള്ള ചൂടുള്ള എത്തനോളിൽ ഡിസോൾവ് ചെയ്യും വീണ്ടും. എന്നിട്ട് ദ സൊല്യൂഷൻ ഈസ് കൂൾ ടു ഗെറ്റ് ക്രിസ്റ്റൽസ് ഓഫ് പിപ്പറിൻ. ആ സൊല്യൂഷന് എന്ത് ചെയ്യും, കൂൾ ചെയ്യും. അപ്പം പിപ്പറിൻ്റെ ക്രിസ്റ്റൽസ് കിട്ടും. അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇതാണ്. അതേമാതിരി തന്നെ അതിൻ്റെ മോളിക്കുലർ ഫോർമുല എന്ന് പറയുന്നത് C17H19NO3 ആണ്. അതിൻ്റെ ഫിസിയോളജിക്കൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത്, പിപ്പറിൻ ഡസ് നോട്ട് ഹാവ് എനി ടോക്സിക് ഫിസിയോളജിക്കൽ ആക്ടിവിറ്റി. നമ്മൾ നേരത്തെ കണ്ടതിൽ രണ്ടെണ്ണത്തിലും ടോക്സിക് ആയിട്ടുള്ള ഫിസിയോളജിക്കൽ ആക്ടിവിറ്റിയാണ് കണ്ടത്. ഈ പിപ്പറിനിൽ ടോക്സിക് ആയിട്ടുള്ള ഫിസിയോളജിക്കൽ ആക്ടിവിറ്റി ഒന്നുമില്ല. ഓൺ ദ അതർ ഹാൻഡ്, it is believed that it has beneficial effects.
Pepper has in fact been an ingredient in various medicines throughout the world. Example in Ayurvedic medicines of India. അപ്പം നമ്മളുടെ ഇന്ത്യയിൽ തന്നെ ആയുർവേദിക് മെഡിസിൻസിൽ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ഉപയോഗിക്കേണ്ട എന്ത് പെപ്പർ. ഈ ഇന്ത്യയിൽ മാത്രമല്ല വേൾഡിൽ മൊത്തം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അധികം മെഡിസിൻസിലും പെപ്പർ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. Certain physiological effects of piperine have been reported in recent decades. One is the effect of dietary piperine from pepper in enhancing the digestive capacity by favorably stimulating the digestive enzymes of pancreas and in significantly reducing the gastrointestinal food transit time. It has also been reported that piperine shows the diverse pharmacological activities which include analgesic, antipyretic, anti-inflammatory, anticonvulsant and CNS depressant activities. ഈ പെപ്പർ എന്തായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, നമ്മൾ ഈ ഡൈജസ്റ്റീവ് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതേമാതിരി തന്നെ നമ്മൾ പാങ്ക്രിയാസിലുള്ള ഡൈജസ്റ്റീവ് എൻസൈംസ് സ്റ്റിമുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഡൈജസ്റ്റീവ് കപ്പാസിറ്റി ഉണ്ടല്ലോ, നമ്മൾ ഡൈജസ്റ്റീവ് കപ്പാസിറ്റീനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പെപ്പർ ഉപയോഗിക്കുന്നുണ്ട്. അതേമാതിരി തന്നെ നമുക്ക് ഗ്യാസ് ട്രബിൾസൊക്കെ വരുന്ന ടൈമിലും പെപ്പർ ഉപയോഗിക്കാറുണ്ട്. നമ്മളെ വീട്ടിലൊക്കെ ഉപയോഗിക്കാറുണ്ടാവും, അങ്ങനെയൊക്കെ ഉപയോഗിക്കാറുണ്ട്. അതേമാതിരി തന്നെ ഇറ്റ് ഹാസ് ഓൾസോ റിപ്പോർട്ടഡ് ദാറ്റ് piperine shows diverse pharmacological activities in which includes ഇതിലൊക്കെ എന്ത് പിപ്പറിൻ ഫാർമക്കോളജിക്കൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസിനും പിപ്പറിന് എന്ത് ചെയ്യുന്നുണ്ട്, ഉപയോഗിക്കാറുണ്ട്. അതിൻ്റെ യൂസസ് എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് പെപ്പർ വിച്ച് കണ്ടെയ്ൻസ് പിപ്പറിൻ ഈസ് യൂസ്ഡ് ഇൻ എ ഹ്യൂമൻ ഫുഡ്. ഹ്യൂമൻ ഫുഡ്സിൽ എന്ത് ഉപയോഗിക്കാറുണ്ട്, പിപ്പറിൻ്റെ പിപ്പറിൻ കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള ബ്ലാക്ക് പെപ്പർ ഉപയോഗിക്കാറുണ്ട്. അതേമാതിരി തന്നെ എന്താണ്, ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ഫോർ എ വെറൈറ്റി ഓഫ് അതർ പർപ്പസസ്, ലൈക്ക് എക്സാമ്പിൾ ഇൻ മെഡിസിൻസ് ആസ് എ പ്രിസർവേറ്റീവ് ഇൻ പെർഫ്യൂമറി എക്സെട്ര. എന്താണ് ഇത് വേറെ പേർപ്പസിന് വേണ്ടിയിട്ടും ഉപയോഗിക്കും. മെഡിസിൻസിൽ ഉപയോഗിക്കും, അതേമാതിരി തന്നെ പ്രിസർവേറ്റീവായിട്ട് ഉപയോഗിക്കും, പെർഫ്യൂമറിയിൽ ഉപയോഗിക്കും, അങ്ങനത്തെ ഇതിലൊക്കെ പെപ്പർ ഉപയോഗിക്കാറുണ്ട്. അപ്പം ഈ മൂന്നെണ്ണമാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. മൂന്ന് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആൽക്കലോയിഡ് ഫാമിലിയിലുള്ള മെമ്പേഴ്സാണ്. മൂന്നെണ്ണം നിക്കോട്ടിൻ, പിന്നെ കൊനൈൻ ആൻഡ് പിപ്പറിൻ. ഈ മൂന്നെണ്ണമാണ് ഇപ്പം എടുത്തു കഴിഞ്ഞത്. ഓക്കെ, താങ്ക് യു.